السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما أرسلناك إلا رحمة للعالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഏത് സമയങ്ങളിലും നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്, അവിടുത്തെ സമുദായത്തിന് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായം എന്ന നിലക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തിയിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന ആശയം അല്ലാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന വചനത്തിലൂടെ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അവിടുന്ന് റഹ്മത്താണ്. എത്രത്തോളം ഒരു സമൂഹത്തിനെതിരെ അവരെത്ര ശത്രുക്കളാണെങ്കിലും അവർക്കെതിരെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ എപ്പോഴും ലഅനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടിക്കുമ്പോ, അല്ലെങ്കിൽ തന്റെ സമുദായത്തിന്റെ ആളുകളെ വളരെയേറെ പ്രയാസപ്പെടുത്തുമ്പോ, ദീനീ രംഗത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവിടുന്ന് ഒരു ജനതക്കെതിരെ അല്ലെങ്കിൽ ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതല്ലാതെ എപ്പോഴും എതിരാളികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നയം കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്നില്ല. സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയപ്പെട്ടു, ഖീല ഉദ്ഉ അലൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അവർക്കെതിരെ അങ്ങ് പ്രാർത്ഥിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ പറയപ്പെട്ടപ്പോൾ ഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നി ലം ഉബ്അസ് ലഅന വ ഇന്നി ബുഇസ്തു റഹ്മതൻ, ഞാൻ ധാരാളമായി എപ്പോഴും ഇങ്ങനെ ലഅനത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന
ശപിച്ചുകൊണ്ടേയിരിക്കുന്ന ആളായിക്കൊണ്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ എതിരാളികൾക്കെതിരെ ശാപവർഷം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു സ്വഭാവക്കാരനായല്ല, ആ ഉത്തരവാദിത്വവുമായിട്ടല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, കാരുണ്യത്താലാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അനുഗ്രഹമാണ്. എല്ലാവർക്കും അനുഗ്രഹത്തിന് വേണ്ടി അഥവാ നന്മയെ അഭിലഷിക്കുന്നയാളാണ് ഞാൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആ ആയത്തുകൾക്ക് വിശദീകരണം പറഞ്ഞ മധ്യേ പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഇമാം ത്വബരി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി കാണാം, ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടല്ലാതെ താങ്കളെ അയച്ചിട്ടില്ല എന്നതിൽ അവിടുന്ന് വിശദീകരിക്കുകയാണ്. ഖാല, അവിടുന്ന് പറയാണ്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി കുതിബ ലഹു റഹ്മത്തു ഫിദ് ദുനിയ വൽ ആഖിറ വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഊഫിയ മിമ്മാ അസ്വാബൽ ഉമമ മിനൽ ഖസ്ഫി വൽ ഖദഫി. അദ്ദേഹം പറയാണ്, എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹമാണ്. മുഅ്മിനുകൾക്ക് അവിടുന്ന് എങ്ങനെയാണ് റഹ്മത്തായത്? അല്ലാഹുവിലും അന്ത്യനാളിലുമൊക്കെ വിശ്വസിക്കുന്ന മുഅ്മിനുകൾക്ക് കുതിബ ലഹു റഹ്മ ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് റഹ്മത്താണ്. റഹ്മത്ത് അവർക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ്. അതേ അവസരത്തിൽ വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഈ പ്രവാചകൻ കാരണത്താൽ ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതെന്താണ്? ഊഫിയ, അവർക്കിവിടെ ആശ്വാസം നൽകപ്പെടുന്നു ദുനിയാവിൽ. മിമ്മാ അസ്വാബൽ ഉമമു മിനൽ ഖസ്ഫി വൽ ഖദ്ഫി, മുൻകഴിഞ്ഞ സമുദായത്തെ അല്ലാഹു തആല മുച്ചൂടും പലരെയും ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്, തകർത്തെറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്, ആകെ നശിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള മുഴുവൻ ആളുകളെയും നശിപ്പിച്ച് എതിരാളികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ഇല്ല. അത് വഴിയെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും റഹ്മത്താണ്. അവിടുന്ന് ഉണ്ടായതുകൊണ്ട്, അവിടുന്ന് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് മുഖേന അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അതേ മുൻകഴിഞ്ഞ സമുദായങ്ങളെയൊക്കെ മുച്ചൂടും നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമുദായം മുഴുവനുമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല, നശിപ്പിക്കപ്പെടുകയുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ഫദ്ലാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റഹ്മത്തിനെ വിവരിച്ചുകൊണ്ട് ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് അനുഗ്രഹമാണ്, കാരുണ്യമാണ്. ലിൽ മുഅ്മിനി റഹ്മത്തുൻ ബിൽ ഹിദായ, സത്യവിശ്വാസികൾക്ക് അവർക്ക് നേർമാർഗം ലഭിക്കാൻ അവിടുത്തെ ഉത്ബോധനങ്ങളാണല്ലോ കാരണമായത്. മുഅ്മിനുകൾക്ക് റഹ്മത്തായത് എങ്ങനെയാണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, അവിടുന്ന് പഠിപ്പിച്ചു തന്ന പാതയെ പിൻപറ്റിയ മുഅ്മിനുകൾക്ക് നന്നാകുവാൻ കാരണമായത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളാണല്ലോ. ഇനി വറഹ്മത്തുൽ ലിൽ മുനാഫിഖീന ബിൽ അമാനി മിനൽ ഖത്ലി, മുനാഫിക്കുകളായ കപടന്മാരായ ആളുകൾക്കും അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണ്? വധശിക്ഷയിൽ നിന്ന് പലപ്പോഴും അവരെ കൊന്നുകളയുന്നതിൽ നിന്ന് അവർക്ക് പലപ്പോഴും നിർഭയത്വം കിട്ടി. മുനാഫിക്കുകൾ ആരെന്ന് മനസ്സിലായിട്ട് പോലും അവരെ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കുകയോ അവരെ നശിപ്പിക്കണം എന്ന് പറയുകയോ ഉണ്ടായില്ല. അത് ഈ പ്രവാചകനോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ആദരവിന്റെ ഫലമായിരുന്നു. വറഹ്മത്തൽ ലിൽ കാഫിരീന, കാഫിറുകൾക്കും അവിടുന്ന് റഹ്മത്താണ്, അവിടുന്ന് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. എങ്ങനെ? ബിതഖീരിൽ അദാബ്, അവർ ചെയ്യുന്ന കഠിന കഠോരമായ മഹാപാപങ്ങൾക്ക് ഉടനെ ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷിച്ച് തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കുന്നവരവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് അവർക്കുള്ള ശിക്ഷ പിൽക്കാലത്തേക്ക് അഥവാ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നവരവസ്ഥ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ പ്രവാചകന്മാരുടെയും കാലത്ത് പ്രവാചകന്മാരെ നിഷേധിച്ച ജനതയെ അള്ളാഹു മുഴുവനായി ഭൂമിയിൽ വെച്ച് തന്നെ തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയ ഒരു കരാറാണ്, താങ്കളുടെ ജനതയെ
താങ്കൾ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനായി കൊണ്ട് നശിപ്പിച്ചു കളയുകയില്ല എന്നത്. താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ അവരെ നാം മുഴുവനായി നശിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കരാറ് പറഞ്ഞതാണ്. അത് മറ്റൊരു പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടില്ല. വേറെ ഒരു പ്രവാചകന്മാരുടെയും കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥ ഉണ്ടായിട്ടില്ല. അബൂ നുഐമുൽ ഇസ്ബഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഈ റഹ്മത്തിനെ വിശദീകരിക്കുന്ന വേളയിൽ ഫഅമിന അഅദാഉഹു മിനൽ അദാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മുദ്ദത ഹയാത്തിഹി അലൈഹിസ്സലാം ഫീഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് ജീവിച്ച ശത്രുക്കൾക്ക് നിർഭയത്വം കിട്ടി. എങ്ങനെ? അള്ളാന്റെ ശിക്ഷ അവരിൽ പൊടുന്നിനെ ഇറങ്ങിയില്ല. വദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, അല്ലാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല, വഅൻത ഫീഹിം, താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ മുച്ചൂടും നശിപ്പിച്ച് ശിക്ഷിച്ചു കളയുന്നതല്ല. എത്രത്തോളം? ഫലം യുഅദ്ദിബുഹും മഅ ഇസ്തിഅജാലിഹിം ഇയ്യാഹു തഹ്ഖീഖൻ ലിമാ നഅതഹു ബിഹി, ആ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെടുക പോലും ഉണ്ടായി, മുഹമ്മദേ നീ ഞങ്ങളോട് പേടിപ്പിക്കുന്ന ഈ ശിക്ഷയുണ്ടല്ലോ, ഉണ്ടെങ്കിലൊന്ന് കൊണ്ടുവാ, നീ ഞങ്ങളെ ഒന്ന് തകർക്ക്, നീ ഞങ്ങളെ ഒന്ന് മുച്ചൂടും നശിപ്പിക്ക്, നീ ഞങ്ങളിൽ മഹാമാരി സംഭവിപ്പിക്ക്, ഞങ്ങളുടെ മേൽ കല്ലുമഴ പെയ്യട്ടെ, ഞങ്ങളുടെ മേൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകട്ടെ, അങ്ങനെയൊക്കെ മുൻ സമുദായങ്ങളെ കുറിച്ച് നീ ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നല്ലോ, എങ്കിൽ ഞങ്ങൾക്കും അതൊന്ന് കാണട്ടെ, ഞങ്ങൾക്കും നിന്റെ റബ്ബറൊന്ന് വർഷിക്കട്ടെ എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ശിക്ഷയെ അവർ മുൻകൂട്ടി ആവശ്യപ്പെട്ട് ധൃതി കൂട്ടിയിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ആ സമുദായത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു ശിക്ഷ മുൻ സമുദായങ്ങളിലെ പ്രവാചകന്മാരുടെ കൺമുമ്പിൽ വെച്ച് ആ ജനത തകർക്കപ്പെട്ടതുപോലെയുള്ള ഒരു നാമാവശേഷമാക്കുന്ന ഒരു ശിക്ഷ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ സംഭവിക്കുന്നതല്ല. അവിടെവിടെയായി ഒറ്റപ്പെട്ട ശിക്ഷകളൊക്കെ നടക്കും. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വ്യക്തികളിൽ സംഭവിക്കും, ചില പ്രദേശങ്ങളിൽ സംഭവിച്ചേക്കും. എന്നാൽ മുഴുവനുമായിട്ടങ്ങ് തകർത്ത് ഒരൊറ്റ കാഫിർ ഭൂമിയിൽ ബാക്കിയില്ലാതെ മുഴുവനങ്ങ് തകർത്ത് തരിപ്പണമാക്കുന്ന ശിക്ഷാരീതിയായിരുന്നു മുൻ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായത്. നമുക്കറിയാമല്ലോ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, മഹാനവറുകൾ 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചപ്പോൾ ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ മാത്രമാണ് മഹാനവറുകൾക്ക് അനുയായികളായി കൊണ്ട് ലഭിച്ചത്. ബാക്കിയുള്ള ആളുകളൊക്കെ മുഴുവനും പരിഹസിക്കുകയായിരുന്നു, അതേ കളിയാക്കുകയായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്താ ചെയ്തത്? അല്ലാഹു അവരെ കുറിച്ച് പറയുന്നു, ഫകസ്സബൂഹു ഫഅൻജൈനാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽകി വഅഗ്റഖ്നാ അല്ലദീന കസ്സബൂ ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമൻ അമീൻ. സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു ഈ ജനതയുടെ ഒക്കെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തെ കളവാക്കിയപ്പോ അല്ലാഹു പറയാണ്, ഫഅൻജൈനാഹു വല്ലദീന മഅഹു, അദ്ദേഹത്തെയും അദ്ദേഹത്തെ പിൻപറ്റിയ മുഅ്മിനുകളെയും നാം രക്ഷപ്പെടുത്തി, ഫിൽ ഫുൽകി ഒരു കപ്പലിലാക്കി രക്ഷപ്പെടുത്തി. എന്നിട്ടോ വഅഗ്റഖ്നാ അല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ കളവാക്കിയവരെ നാം മുക്കിക്കൊന്നു. ഇന്നഹും കാനൂ ഖൗമൻ അമീൻ, അവരെ അന്ധത ബാധിച്ച, സത്യം ഉൾക്കൊള്ളാനുള്ള കണ്ണില്ലാത്ത അന്ധന്മാരായ ഒരു സമുദായമായിരുന്നു. അപ്പൊ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് മഹാനവറുകളുടെ സത്യത്തെ നിഷേധിച്ച ധിക്കാരികളായ സമൂഹത്തെ അല്ലാഹു എന്താ ചെയ്തത്? ബാക്കി വെച്ചില്ല. ഇത് പരലോകത്ത് വെച്ച് കാണാന്ന് പറഞ്ഞില്ല, അവിടെ വെച്ച് തന്നെ, ദുന്യാവിൽ വെച്ച് തന്നെ അവരെ മുഴുവനും നശിപ്പിച്ചു. പിന്നെ ഭൂമിപ്പുറത്ത് ആ തൂഫാൻ കഴിഞ്ഞ് ബാക്കി ആര് മാത്രമേ ഉള്ളൂ? മുഅ്മിനുകളും മാത്രമേ ഉള്ളൂ. അല്ലാത്തവരെ മുഴുവനായി തകർത്തു. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് അതാ സംഭവിച്ചത്. അതുപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തെ കളവാക്കിയപ്പോൾ فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين. فأنجيناه, അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, ഹൂദ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി.
വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും, ബിറഹ്മത്തിൻ മിന്ന, നമ്മിൽ നിന്നുള്ള പ്രത്യേക കരുണ നിമിത്തം, വഖതഅനാ ദാബിറല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആ സമൂഹത്തിന്റെ മുരട് ഞാൻ മുറിച്ചു കളഞ്ഞു എന്നാ പറഞ്ഞത്. അവരെ വേരറുത്തു ഞാൻ. ദാബിർ, അവരുടെ മൂട് മുറിച്ചു കളഞ്ഞു ഞാൻ, മുരടറുത്തു, വേരോടെ പിഴുതു. വമാകാനൂ മുഅ്മിനീൻ, അവർ വിശ്വാസികളായിരുന്നില്ല. കണ്ടോ, ആ ജനതയെയും മുഴുവൻ തകർത്തു. എന്നിട്ട് തകർത്ത് തരിപ്പണമാക്കിയപ്പോ പിന്നെ ഭൂമിയിൽ പിന്നെ കാഫിറുകളില്ല. ഹൂദ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പിന്നെ ഹൂദ് നബിയും വിശ്വാസികളും മാത്രം ബാക്കിയായ ഒരു കാലുണ്ടായി. അങ്ങനെ എതിരാളികളെ മുഴുവൻ തകർത്തു. സാലിഹ് അലൈഹിസ്സലാമിന്റെ ജനതയുടെ ചരിത്രവും വ്യത്യസ്തമല്ല. فاخذتهم الرجفة فاصبحوا في دارهم جاثمين فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. സാലിഹ് അലൈഹിസ്സലാമിന്റെ ജനത മദിയനിലേക്ക് സമൂദ് ഗോത്രത്തിലേക്ക് നിയുക്തനായ സാലിഹ് അലൈഹിസ്സലാം മഹാനവറുകളുടെ കാലത്ത് ജനങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ ഫഅഖദതുഹുമുർ റജ്ഫ, അവരിൽ ശക്തമായ ഒരു പ്രകമ്പനം ഇറങ്ങി, അവരെ പിടികൂടി. നിഷേധികളെ മുഴുവനും അത് നശിപ്പിച്ചു. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ വാസസ്ഥലങ്ങളിൽ ആ പ്രഭാത നേരത്ത് മുട്ടുകുത്തി വീണ് കിടക്കുന്നു. എല്ലാം തകർന്ന് തരിപ്പണമായി കൊണ്ട് കിടക്കുന്നു. മുഴുവനും നശിപ്പിക്കപ്പെട്ട ആ ജനതയെ നോക്കിക്കൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് സാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ. അദ്ദേഹത്തിന്റെ സങ്കടം അദ്ദേഹം പറഞ്ഞു, ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി, എന്റെ രക്ഷിതാവിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയായിട്ടല്ലേ നിങ്ങളിൽ ജീവിച്ചത്? വനസഹ്തു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂന നാസിഹീൻ, പക്ഷേ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ. മഹാനവറുകൾ ആ നശിപ്പിക്കപ്പെട്ട ജനതയെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, തന്റെ മനസ്സിന്റെ സങ്കടം അണപൊട്ടി ഒഴുകിക്കൊണ്ട് മഹാനവറുകൾ അവിടെ വെച്ച് പറയുകയുണ്ടായി എന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നു. അതിൽ നിന്നും എന്താ മനസ്സിലായത്? സാലിഹ് അലൈഹിസ്സലാമിന്റെ ജനതയെയും അള്ളാഹു മുഴുവനായി തകർത്തു തരിപ്പണമാക്കി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത സ്വർഗരതി എന്ന് പറയുന്ന അവരുടെ മുൻഗാമികൾക്ക് ആർക്കും പരിചയമില്ലാതിരുന്ന ലൈംഗികമായ നിവൃത്തിക്ക് വേണ്ടി, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച പെൺ ഇണകളെ സമീപിക്കുന്നതിന് പകരം ആണുങ്ങളെ കാമപൂർത്തീകരണത്തിന് ഉപയോഗിച്ചു എന്ന, അവർക്ക് മുമ്പ് ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ദുഷിച്ച സമ്പ്രദായം നടപ്പിൽ വരുത്തിയ ആ ജനതയെ അല്ലാഹു ലൂത്ത് അലൈഹിസ്സലാമിലൂടെ ഉപദേശിച്ചു നോക്കി. പക്ഷെ ആ പ്രവാചകന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ആ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളുടെ വേഷത്തിൽ നിന്ന മലക്കുകളെ പോലും ഈ ദുഷിച്ച പ്രവൃത്തിക്ക് വേണ്ടി ദാഹത്തോടെ കാമത്തോടെ എരച്ചു കയറി ആ അതിഥികളെ പോലും വഷളാക്കുവാൻ ശ്രമിച്ച ഒരു ജനത, ലൈംഗിക രംഗത്ത് വിശുദ്ധി പാലിക്കാതെ സ്വർഗരതി എന്ന് പറയുന്ന മോശപ്പെട്ട പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നും ഒട്ടേറെ ആളുകൾ, വ്യക്തികൾ, സമൂഹങ്ങൾ, രാഷ്ട്രങ്ങൾ, സ്വർഗരതിക്ക് ലൈസൻസ് കൊടുക്കുന്ന ആളുകൾ, ആ രൂപത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനം ചെയ്ത ഒരു ജനതയെ അള്ളാഹ് മുഴുവനായി നശിപ്പിക്കുകയാണ് ചെയ്തത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഉപദേശത്തെ അവഗണിച്ച ആ ജനത അള്ളാഹു എന്തു ചെയ്തു? ഫഅൻജയ്നാഹു വഅഹ്ലഹു ഇല്ലാ ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ വഅംതർനാ അലൈഹിം മതറാ ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ഫഅൻജയ്നാഹു, ലൂത്ത് അലൈഹിസ്സലാമിനെ അപ്പോൾ നാം രക്ഷപ്പെടുത്തി. വാഹിലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, വിശ്വസിച്ച കുടുംബത്തെയും, ഇല്ലംറഅതഹു, അദ്ദേഹത്തിന്റെ പെണ്ണിനെ ഒഴികെ. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആദർശക്കാരിയായില്ല. കാനത്ത് മിനൽ ഗാബിരീൻ, അവൾ നശിപ്പിക്കപ്പെടുന്ന, അതെ, വളരെ ദുസ്വഭാവിയായ പെണ്ണായി മാറി. ആ നിലക്ക് നൂഹ് അലൈഹിസ്സലാമിന്റെ ആദർശം സ്വീകരിക്കാത്തൊരു പെണ്ണായി മാറി. വഅംതർന അലൈഹിം മതറാ, ആ സമൂഹത്തിന്റെ മേൽ അല്ലാഹ് പറയാണ്, നാം മഴ വർഷിപ്പിച്ചു, കല്ല് മഴ, ശക്തമായ നിലക്കുള്ള മഹാമാരി അവരിൽ ഉണ്ടായി. ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രവാചകന്മാരുടെ സമൂഹത്തെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കിയ സംഭവങ്ങളുണ്ട്. എന്തിനാണ് ഞാനിതിന് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്? മുൻഗാമികളായ പ്രവാചകന്മാരുടെയൊക്കെ സമൂഹങ്ങൾ ആ പ്രവാചകന്മാരെ എതിർത്തപ്പോൾ
അവരെ മുഴുവനായി തകർത്തു ഭൂമിയിൽ വെച്ച് തന്നെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും റഹ്മത്താണ്. ഇവിടെ മൂമിനും കാഫിറിനും ഒക്കെ അവിടുത്തെ റഹ്മത്തുണ്ട്. അവിടുന്ന് ഒരു പ്രത്യേകത, ഈ സമുദായത്തെ അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ച എത്രയോ ആളുകളുണ്ടായി, എതിർത്ത ആളുകളുണ്ടായി, ധിക്കാരികളുണ്ടായി. മുഴുവനായി അങ്ങ് കാഫിറുകളെ മുഴുവൻ ഖിയാമത്ത് നാൾ വരെയും ഇവിടെ കാഫിറുകളെ മുഴുവൻ അവരെ നോക്കി മാത്രം തകർക്കുന്ന ഒരു പ്രത്യേകമായ ശിക്ഷ വരില്ല. അങ്ങനെ വരില്ല. അത് ഈ ഉമ്മത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അവിടുത്തേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരാദരവാണ്. അപ്പൊ ഇതൊക്കെ ഐഹികമായ ജീവിതത്തിൽ ഒട്ടേറെ ഈ രൂപത്തിലുള്ള ഫضലുകൾ സഹോദരങ്ങളെ നമ്മൾ കേൾക്കുകയുണ്ടായി. തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യുന്നതമായ സ്ഥാനവും മഹത്വവുമാണ് അവിടുത്തേക്ക് ഇനി പരലോകത്തും കാത്തിരിക്കുന്നത്. പാരത്രികമായ ലോകത്ത് അവിടുത്തേക്ക് അത്യുന്നതമായ പദവികളാണ് അവിടുത്തെ കാത്തിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ. എന്താണ് ഇതിന്റെ അർത്ഥം? അന സയ്യിദു വലദി ആദം, ആദം സന്താനത്തിന്റെ നേതാവാണ് ഞാൻ. അന സയ്യിദു വുൽദി ആദം എന്നും വായനയുണ്ട്. ആദം മക്കളുടെ മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് ഞാൻ. എല്ലാവരുടെയും ആദം മക്കളുടെ മുഴുവൻ മാനവ സമൂഹത്തിന്റെ മുഴുവൻ സയ്യിദായിക്കൊണ്ട്, നേതാവായിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വരും. ആ ഒരു പവർ ഒരു നബിക്കും ഉണ്ടാവില്ല. എല്ലാ ആദം അലൈഹിസ്സലാം അടക്കം ഈസ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാർക്കൊന്നുമില്ലാത്തൊരു പവറാണ്. എല്ലാവരുടെയും നേതാവായിക്കൊണ്ടാണ് അവിടുന്ന് നിയോഗിക്കപ്പെടുക. അതാണ് ഖുർആൻ ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. ഓരോ സമുദായത്തിനും സാക്ഷിയായിക്കൊണ്ട് അവരവരുടെ പ്രവാചകന്മാരെ നാം കൊണ്ടുവരുന്ന ദിവസം, അവർക്കെല്ലാവർക്കും കൂടി സാക്ഷിയായിക്കൊണ്ട് നാം നിന്നെ കൊണ്ടുവരുന്ന ദിവസം എങ്ങനെയുണ്ടാകും? സൂറത്തുൻ നിസായിലെ ആ ആയത്ത് പാരായണം ചെയ്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊണ്ടിരുന്ന സഹാബിയോട് പാരായണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് കേൾക്കാനുള്ള ഒരു മാനസികമായ ത്രാണിയില്ലാതെ അവിടുന്ന് കരഞ്ഞു എന്നാണ്. എന്ത് കേട്ടപ്പോ? എല്ലാ സമുദായത്തിന്റെയും സാക്ഷികളായിക്കൊണ്ട് അവരവരുടെ പ്രവാചകന്മാര് പരലോകത്ത് വരും. അവരുടെ എല്ലാവരുടെയും, ആ പ്രവാചകന്മാരുടെയും അവരുടെയൊക്കെ സമുദായങ്ങളുടെയും മേലാണ് സാക്ഷിയായിക്കൊണ്ട് ഞാൻ വരുന്നൊരു ദിവസം, താങ്കളെ കൊണ്ടുവരുന്നൊരു ദിവസം എന്ന് പറഞ്ഞപ്പോ അത് സഹിക്കാനായില്ല അവിടുത്തേക്ക്. അവിടുന്ന് ധാരധാരയായി അവിടുത്തെ താടിയിലൂടെ പെരുമാറിലേക്ക് കണ്ണുനീര് ചാലിട്ടൊഴുകി. അവിടുത്തെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്തൊരു ഭാരിച്ച അവസ്ഥയായിരിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു. അവിടുത്തേക്ക് അല്ലാഹു നാളെ എല്ലാവരുടെയും നേതാവായി നിയോഗിക്കപ്പെടും. വഅവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ, ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആദ്യമായി പുറത്തു വരുന്ന വ്യക്തി ഞാനായിരിക്കും. ഈ ലോകത്തിന്റെ നാശം സംഭവിച്ചു കഴിഞ്ഞ് പിന്നീട് സുമ്മ നുഫിഖ ഫീഹി ഉഖറാ, വീണ്ടും ഒരു ഊത്തുണ്ടാകുമ്പോൾ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും മഹ്ശറിലേക്ക് എഴുന്നേൽക്കുമ്പോ ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് പുറത്തു വരുന്ന ആള് ഞാനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ സ്ഥാനം അവിടുത്തേക്കാണ്. മൂന്നാമത് പറയുന്നു വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ, അല്ലാഹുവിന്റെ മുമ്പിൽ അവന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശുപാർശ പറയാൻ ആളുകൾ മടിച്ചു നിൽക്കുമ്പോൾ ആദ്യമായി അല്ലാഹുവിന്റെ മുമ്പിൽ പോയി സമൂഹത്തിന് വേണ്ടി റെക്കമെൻഡ് പറയാൻ അനുവാദം ലഭിക്കുന്ന ആദ്യ ശുപാർശകൻ ഞാനായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശഫാഅത്തിന് വേണ്ടി അള്ളാന്റെ റസൂലിനോടല്ല ചോദിക്കേണ്ടത്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻദാഅയാ സയ്യിദി ഖൈറൻ നബി. നബിയെ, നിങ്ങൾ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് റെക്കമെൻഡ് പറയണം, ഞങ്ങൾക്ക് ശുപാർശ പറയണം നബിയെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ
ചില ആളുകൾ അവിടുത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുന്ന് പഠിപ്പിച്ചതല്ല. അവിടുത്തെ ശുപാർശ നാളെ പരലോകത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നബിയേ നിങ്ങൾ ഞങ്ങൾക്ക് നാളെ മഹ്ശറിൽ വെച്ച് ശുപാർശ തരണേ എന്ന് അവിടുത്തോട് പറയുകയല്ല വേണ്ടത്. മറിച്ച് അള്ളാനോട് ചോദിക്കണം, നിന്റെ പ്രവാചകൻ നടത്തുന്ന ശുപാർശയിൽ ഞങ്ങളും കൂടി ഉൾപ്പെടണേ അല്ലാ. അതിന് അള്ളാനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ ഒരു ഭാഗ്യമുണ്ട്. ആദ്യമായി ശുപാർശക്ക് അനുവാദം നൽകപ്പെടുന്ന ശാഫിഉ, ആദ്യ ശുപാർശകൻ ഞാനായിരിക്കും. അവ്വലു മുശഫ്ഫഇൻ, റെക്കമെൻഡ് പറയുന്നവരുടെ കൂട്ടത്തിൽ ആദ്യമായി റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്നതും എന്റേതായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ അനുവാദപ്രകാരം ഒരുപാട് കാലം സുജൂദിൽ കിടന്ന് അല്ലാഹ് തോന്നിപ്പിക്കുന്ന ഹംദുകളും പ്രാർത്ഥനകളും സിക്റുകളും ഒക്കെ നിർവഹിച്ച് കുറെ കാലം കിടന്ന് അവസാനം അല്ലാഹ് പറയും, യാ മുഹമ്മദ്, മുഹമ്മദേ ഇർഫഅ റഅസക്, തല ഉയർത്തിക്കോ, നിന്റെ തല ഉയർത്തിക്കോ. ഇശ്ഫഅ, ഇശ്ഫഅ, ശുപാർശ പറഞ്ഞോളൂ. തുശഫഅ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയുന്നത്. അതാണ് ശഫാഅത്തുൽ ഉലമാ. ഏറ്റവും വലിയ ശുപാർശ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയുള്ള ശുപാർശയാണ്. അതുകൊണ്ട് തീരൂല, വേറെയും ഒരുപാട് ശുപാർശകൾ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നില്ല. മുഅ്മിനുകൾക്ക് വേണ്ടി, അവരിൽ പാപികൾക്ക് വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് തന്നെയും പദവി ഉയർത്തിക്കിട്ടാൻ വേണ്ടി, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അവർക്ക് അനുവാദം നൽകുന്ന അവസരത്തിൽ അല്ലാഹ് നിശ്ചയിക്കുന്ന പരിധിക്കകത്തു നിന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ശുപാർശകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു അതിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ ആ നിലക്കൊക്കെയുള്ള പ്രത്യേകതകൾ അത് അവിടുത്തേക്ക് അവ്വലു ശാഫിയാണ് ഞാൻ, അവ്വലു മുശഫ്ഫആണ് ഞാൻ എന്ന് അവിടുന്ന് പറഞ്ഞു. തീർന്നില്ല അവിടുത്തെ മഹത്വങ്ങൾ. അവിടുന്ന് പല മഹത്വങ്ങളും പറയുമ്പോ അവിടുന്ന് ഇങ്ങനെ പറയും, ലാ ഫഖർ, ഞാൻ അഭിമാനം പറയുകയല്ല കേട്ടോ, ഞാൻ ഫഖർ നടിക്കുകയല്ല കേട്ടോ എന്ന് അവിടുന്ന് ഇങ്ങനെ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവാത്. ഉള്ളത് പറയുമ്പോ പോലും അവിടുന്ന് എന്താ പറയുന്നത്? ഞാനൊരു ഫഖർ പറയല്ല കേട്ടോ, ഞാനൊരു ഫഖർ പറയുകയല്ല കേട്ടോ എന്ന് പറയുന്ന വിനീത വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇന്ന് ചില ആളുകള് അവരവർക്ക് ഉള്ളതല്ല ഇല്ലാത്തത് പറഞ്ഞിട്ട് പോലും ദുരഭിമാനം നടിക്കുകയാണ്. ഇല്ലാത്തതാ പറയുന്നത്, ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഇത്ര വലിയ മഹാനാണ് എന്ന് മറ്റുള്ളവരൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ പറയില്ലേ എന്ന് പറയുന്നില്ല. കേട്ടിരുന്ന് സുഖിക്കുകയാണ്, രസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത്. ഞാനാണ് അള്ളാന്റെ റസൂലിനെ വിളിച്ചു, വാ അബൂബക്കറെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അള്ളാന്റെ റസൂലിനെ ഇടയ്ക്ക് കാണുന്നു. ഇങ്ങനെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സ്വന്തത്തെ പറ്റി പലരും പറയുമ്പോ അത് പറയല്ലേ എന്നുപോലും പറയാനുള്ളവരും മാനസികാവസ്ഥയില്ലാത്ത പ്രവാചക പ്രേമികൾ എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുത്തേക്ക് പറയാൻ പാടില്ലാത്ത ചില പ്രശംസകൾ ചില കുട്ടികൾ ഒരു കല്യാണ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു കുട്ടിത്തമുള്ള കുട്ടിപ്പാട്ടല്ലേ, ഒരു കുഞ്ഞു കവിതയല്ലേ എന്ന നിലക്ക് നിസ്സാരമാക്കിയില്ല. ആ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശം കൊടുക്കുകയാണ്, മക്കളെ ഇങ്ങനെ നിങ്ങൾ എന്നെക്കുറിച്ച് അരുതാത്തത് പറയരുത്, ഉള്ളതേ പറയാവൂ, മദ്ഹാണെങ്കിലും ഉള്ളതേ പറയാവൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹല്ലേ ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക പ്രേമികളെന്ന് പറയുന്ന പല സഹോദരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയരുതാത്ത പലതും പ്രശംസ എന്ന പേരിൽ പാടുകയാണ്, പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ശക്തമായി അത്തരം പ്രവണതകൾക്കെതിരെ അവിടുന്ന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മറക്കരുത്. പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അവിടുത്തെ പ്രശംസിക്കുന്നത് എന്ത് ആക്ഷേപിക്കുന്നത്? സഹോദരങ്ങളെ, അവിടുത്തെ പ്രശംസിക്കുന്നതിനല്ല നമ്മൾ എതിര് പറയുന്നത്. അവിടുത്തെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്, ഉള്ളതേ പറയാവൂ. ഇപ്പൊ നമ്മുടെ എത്ര ക്ലാസ്സായി നമ്മൾ അവിടുത്തെ ഉള്ള മദ്ഹുകൾ പറയുന്നു, അവിടുത്തെ ഉള്ള മഹത്വങ്ങൾ പറയുന്നു, നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു.
പക്ഷേ ഇല്ലാത്തത് അവിടുത്തെ പേരിൽ പറയാൻ പാടില്ല. എന്തിന്റെ പേരിലാണെങ്കിലും പറയാൻ പാടില്ല. അതാണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പരമാർത്ഥം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനിയും കേട്ടോ, അവിടുന്ന് പറയുന്നു, അവിടുത്തെ മഹത്വമായി പറയുന്നു, അന അവ്വലുന്നാസി യശ്ഫഉ ഫിൽ ജന്ന വഅന അക്സറുൽ അംബിയാഇ തബാ. അന അവ്വലുന്നാസി യശ്ഫഉ ഫിൽ ജന്ന. സ്വർഗത്തിലേക്ക് ആദ്യമായി റെക്കമെൻഡ് പറയുന്ന വ്യക്തി ഞാനായിരിക്കും. സ്വർഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ആദ്യത്തെ ആളും ഞാനായിരിക്കും. മാത്രല്ല വഅന അക്സറുൽ അംബിയാഇ തബാ. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയായി വൃന്ദമുള്ള നബിയും ഞാനായിരിക്കും. പല പ്രവാചകന്മാരും നാളെ മഹ്ശറിൽ വരുമ്പോ ചില നബിമാരുടെ കൂടെ 2 ആളുണ്ടാവുക, ചില നബിമാരുടെ കൂടെ 4 അനുയായിയാണ് ഉണ്ടാവുക, ചിലരുടെ കൂടെ അതിനേക്കാൾ കുറഞ്ഞും കൂടിയുമൊക്കെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ മഹ്ശറിൽ വരുമ്പോ എന്റെ കൂടെ അനുയായികളുടെ വൃന്ദം എല്ലാവരേക്കാളും അധികം എനിക്കായിരിക്കും അനുയായികളെന്ന് അഷ്റഫുൽ വറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതൊക്കെ മുസ്ലിമിലുള്ള ഹദീസുകളാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അവിടുന്ന് പറയുന്നു, അനാക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ. ഈ പറഞ്ഞ കാര്യം അന്ത്യനാളിൽ ഏറ്റവും അനുയായികളുള്ള അമ്പിയാക്കളിൽ ഏറ്റവും അധികം അനുയായികളുള്ള വ്യക്തി ഞാനായിരിക്കും. വഅവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മുട്ടുന്നത് ഞാനായിരിക്കും. സ്വർഗം തുറക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം, അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. അതിലേക്ക് ആദ്യമായാണ് പ്രവേശനം കിട്ടുന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പറഞ്ഞു, അതിന്റെ വിശദവിവരം പറഞ്ഞു, ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫാസ്തഫ്തിഹു ഫയഖൂലുൽ ഖാസിനു മൻ അൻത ഫഅഖൂലു മുഹമ്മദ് ഫയഖൂലു ബിക ഉമിർതു ലാ അഫ്തഹു ലിഅഹദിൻ ഖബ്ലക. സഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്, ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആതി ഞാൻ ചെന്നു നിൽക്കും ബാബൽ ജന്നതി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അതേ മഹ്ശറിൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ ഇങ്ങനെ പോയി നിൽക്കും. അടച്ച സ്വർഗം ഇല്ല, അങ്ങനെ പോയി അതിന്റെ അടുത്ത് പോയി നിൽക്കും. ഫാസ്തഫ്തിഹു, എന്നിട്ട് വാതിൽ മുട്ടിയിട്ട് ഞാൻ തുറക്കാൻ ആവശ്യപ്പെടും. സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ മുട്ടിയിട്ട് തുറക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു, സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നോട് ചോദിക്കും, മന്നന്ത, ആരാ നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോൾ ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് എന്ന് ഞാൻ പറയും. ഫയഖൂലു, അപ്പോൾ ആ മലക്കിന്റെ മറുപടി, ബിക ഉമിർതു, താങ്കളെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ലാ അഫ്തഹു ലിഅഹദിൻ ഖബ്ലക, നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ ഇത് തുറന്നു കൊടുക്കുന്നതല്ല. അതെനിക്കുള്ള ഓർഡറാ. ആദ്യം ഈ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കേണ്ടത് എന്റെ അടിമകളിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനായിരിക്കണം. അത് എന്നോടുള്ള ഓർഡറാ എന്ന് മഹാനവറുകൾ പറയും, മലക്ക് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അങ്ങനെ അത്യുത്തമമായ പദവി, ഒരുപാട് പദവി, ധാരാളമായ പദവി. അല്ലാഹ് പറഞ്ഞത്, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് ഇങ്ങനെ ഇനിയും വഴിയെ തന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നബിയെ. ഫതർദാ, അപ്പോൾ താങ്കൾക്ക് തൃപ്തിയാകും. തൃപ്തിയാകോളം അല്ലാഹ് നിങ്ങൾക്ക് സ്ഥാനങ്ങളും കയറ്റങ്ങളും മഹത്വങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും. ഇനിയും കേട്ടോ, മനുഷ്യരൊക്കെ ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടെ അതേ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി നാളെ പരലോകത്ത് വരാനുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഫയുളറബുസ് സിറാത്തു ബൈന ദഹ്റാനൈ ജഹന്നം, കത്തിയാളുന്ന നരകത്തിയുടെ ജഹന്നമിന്റെ മുകളിലായിക്കൊണ്ട് സിറാത്ത് എന്ന പാലം ഏർപ്പെടുത്തപ്പെടും. ഒരു പാലം കടക്കാനുണ്ട്, സിറാത്ത്. അത് കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ. ഒരുവിധമുള്ള ആളുകളൊക്കെ, പാപികളൊക്കെ കടക്കാൻ കഴിയാതെ താഴത്തേക്ക് വീഴും. ഫാകൂനു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി, എന്റെ സമുദായത്തെ കൊണ്ട്, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്റെ സമുദായത്തെ കൊണ്ട് ആദ്യമായി ആ പാലം മുറിച്ചു കിടക്കുന്ന വ്യക്തി ഞാനായിരിക്കും.
അവിടുത്തെ കൂടെ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ ഭീതിജനകമായ അവസ്ഥയാണ് ആ പാലത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലാ യതകല്ലമു യൗമൈദിൻ അഹദുൻ ഇല്ലർ റുസുൽ. പ്രവാചകന്മാരല്ലാതെ ആ സമയത്ത് ഒരാളും ഒരക്ഷരം സംസാരിക്കൂല. ആ പാലം വിട്ട് കിടക്കുമ്പോ ഒരാളും ഒന്നും സംസാരിക്കൂല. എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടെങ്കിൽ തന്നെ അത് നബിമാര് മാത്രമാ പറയാ. എന്താ നബിമാരെയും സംസാരം? വേറെ വർത്താനൊന്നുമല്ല. വകലാമുർ റസൂലി യൗമൈദിൻ. അന്നേ ദിവസം പ്രവാചകന്മാരുടെ പോലും സംസാരം എന്താണ്? വാക്കെന്താണ്? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം. അല്ലാഹ് രക്ഷിക്കണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ പ്രവാചകന്മാര് പോലും രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണത്. മാത്രമല്ല, എന്തിന്റെ മുകളിലാണ്? ജഹന്നമിന്റെ മുകളിലാണത് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ പാലം ഫീ ജഹന്നമ കലാലീബു മിസ്ലു ശൗക്കി സഅദാൻ. സഅദാൻ ചെടിയുടെ മുള്ള പോലെയുള്ള ചില കൂർത്തമൂർത്ത കൊളുത്തുകൾ ആ നരകത്തിനുണ്ട്. അതിന് പ്രത്യേകമായ പാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു കൊളുത്തി വലിക്കാൻ സഅദാൻ മുള്ള പോലെയുള്ള കൊളുത്തുകളുള്ള ചില കൊളുത്തുകളുണ്ട്. അത് അറബികൾക്ക് മനസ്സിലാകും. സഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുന്നത്. ഹൽ റഅയ്തും ശൗക സഅദാൻ. സഅദാൻ മുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഹാബിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സഅദാൻ മുള്ള് കണ്ടിട്ടുണ്ടോ? നമുക്കിപ്പോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് അവിടെ ഏറ്റവും ഭീതിയോടെ മരുഭൂമിയിൽ അവർ കാണുന്ന ഒരു മുള്ളാണ് സഅദാൻ മുള്ള്. അതിന്റെ രൂപവും അത് തട്ടിയാലുള്ള നീറ്റലും അതിന്റെ വിഷവും അതിന്റെ ആകൃതിയും ഒക്കെ വളരെ ഭീതിജനകമാണ്. കാലു അവർ പറഞ്ഞു, നഅം, അതെ നബിയെ, ഞങ്ങൾക്കറിയാം. ഖാല ഫഇന്നഹാ മിസ്ലു ശൗക്കി സഅദാൻ. എന്നാൽ അതുപോലിരിക്കും ഇതിന്റെ കൊളുത്തുകൾ. ഗൈറ അന്നഹു ലാ യഅലമു ഖദ്റ ഇൽമിഹാ ഇല്ലല്ലാഹ്. എന്നാൽ അതിന്റെ വലുപ്പവും മഹത്വവും നിങ്ങൾ മരുഭൂമിയിൽ കാണുന്ന സഅദാൻ മുള്ളിന്റെ മാതിരിയാണെന്ന് ധരിക്കരുത്. അതിന്റെ വലിപ്പവും അതിന്റെ ഭീതിയും ഒക്കെ എത്രയാണെന്ന് അല്ലാഹുക്കല്ലാതെ അറിയൂല. ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ആ കൊളുത്തിന്റെ പണി? തഖ്തഫുന്നാസ ബിഅഅമാലിഹിം. ആളുകളുടെ അമലുകൾക്കനുസരിച്ച് ജനങ്ങളെ അത് റാഞ്ചി വലിക്കും നരകത്തിലേക്ക്. ഈ പാലത്തിലൂടെ കിടക്കുന്ന ആളുകളെ ഓരോരുത്തരുടെ അമലിനനുസരിച്ച് ചിലരാണ് കാല് വെക്കുമ്പോഴൊക്കെ തന്നെ കൊളുത്തി വലിച്ചിട്ടു, ചിലർ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ കൊളുത്തി വലിച്ചിട്ടു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആ സിറാത്തിലൂടെ ചില വിശ്വാസികൾ മിന്നൽ വേഗതയിൽ പോകും, കാറ്റു വേഗതയിൽ പോകും, വളരെ കുതിരയുടെ വേഗതയിൽ പോകും, നടന്നു പോകും, വീഴാൻ പോയും പ്രയാസപ്പെട്ടുകൊണ്ടുമൊക്കെ അവസാനം എത്തും. അപ്പോഴൊക്കെ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ, നബി ആദ്യം കടന്നിട്ടുണ്ട്, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം. അല്ലാഹ് രക്ഷപ്പെടുത്തിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. അതെ, ആദ്യമായിട്ട് വളരെ ഭീതിജനകവും പ്രയാസകരവുമായ ഈ അത്ഭുതകരമായ ഈ സിറാത്ത് മുറിച്ചു കിടക്കുന്ന ആദ്യ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. ഇതൊക്കെ അവിടുത്തെ മഹത്വങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സിറാത്തിനെ നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളുണ്ട്. അള്ളാന്റെ റസൂൽ വിശദീകരിച്ച ഈ സിറാത്തുണ്ട്. അങ്ങനെ ഒരു പാലോ, അതിന്റെ മുകളിൽ കൂടി ഒരു നടത്തോ? നരകത്തിന്റെ മേലെ ഒരു പാലം കിട്ടിയ പിന്നെ അത് കരിഞ്ഞാണ് പോകൂലേ? പിന്നെ അതിമ പാലം നിൽക്കുവോ? പിന്നെ അതിമ കൂടി എങ്ങനെ നടന്നു പോയാല്? അങ്ങനെ ഒരു വഴുവഴുപ്പുള്ള പാലോ അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് സഹീഹുൽ ബുഖാരിയിലുള്ള മുസ്ലിമിലൊക്കെയുള്ള ഈ സംഭവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരും ഇങ്ങനെ നിഷേധികളുണ്ട്. അവരെ ബുദ്ധിക്ക് യോജിച്ചില്ല, അവരെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ ഞങ്ങൾ തള്ളും, അതെവിടെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾക്ക് അവരവരുടെ ബുദ്ധി അതിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെരുകി വരുന്ന ഒരു കാലഘട്ടം അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണെന്ന് വളരെ കൃത്യമായി അതേ സ്വഹീഹായി വന്നിട്ടുള്ളവയോട് മുഴുവനും വളരെ വിനയത്തോടെ സമീപിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം സഹോദരന്മാരെ. എപ്പോഴാണ് മനുഷ്യൻ വഴിതെറ്റി പോവുക എന്നൊന്നും പറയാൻ കഴിയൂല. ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് പലരും ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരിലുമുണ്ട്, മരണപ്പെട്ടു പോയവരിലും ഉണ്ട്. നമ്മൾ സൂക്ഷിക്കണം, നമുക്ക് ജാഗ്രത വേണം. നമ്മുടെ വിശ്വാസത്തിലൊന്നും തകരാറുകൾ സംഭവിച്ചു പോകാൻ പാടില്ല.
ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള പ്രത്യേകമായ മറ്റൊരു പദവി, അൽ വസീലത്തു എന്ന ഒരു പദവി എനിക്കുണ്ട്. അത് വേറെ ആർക്കും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലൂ മിസ്ല മാ യഖൂലു സുമ്മ സല്ലൂ അലയ്യ ഫഇന്നഹു മൻ സല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ സുമ്മ സല്ലല്ലാഹു അലൈഹിൽ വസീല ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്നതി ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജൂ അൻ നകൂന അന ഹുവ ഫമൻ സഅല ലിയൽ വസീലത ഹല്ലത് ലഹു ശഫാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ, നമ്മളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബാങ്ക് നിങ്ങൾ കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നയാളെ നിങ്ങൾ കേട്ടാൽ, ഫഖൂലൂ മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും ഏറ്റു പറയണം. ബാങ്കിന് ജവാബ് പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹയ്യാലുസ് സ്വലാഹ് ഹയ്യാൽ ഫലകളിൽ മാത്രം നമുക്ക് വേറെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ്. ഇന്ന് അധികം ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ് അതൊക്കെ. സഹോദരങ്ങളെ, നമ്മളതൊക്കെ ജീവിപ്പിക്കണം. ബാങ്ക് കേട്ട് അതിന് ഇജാബത്ത് പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ അതിന് മറുപടി പറഞ്ഞ് ആ പുണ്യം നേടാൻ, ഈ പ്രത്യേകമായ അള്ളാഹുവിങ്കൽ നിന്നുള്ള പുണ്യം നേടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളതൊക്കെ പലപ്പോഴും നമ്മളൊരു ഉദാസീനത നിമിത്തം, നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, ബാങ്ക് കേട്ടാൽ തന്നെ നമ്മളതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ആ പുണ്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജീവിപ്പിക്കണം. എന്നിട്ടോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറഞ്ഞിട്ട് സുമ്മ സല്ലൂ അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്നഹു മൻ സല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവന് 10 ഗുണം നൽകുന്നതാണ്. 1 10 സ്വലാത്തിന്റെ പുണ്യം. അതും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നീട് അവിടുന്ന് പറയുന്നു, സുമ്മ സലുല്ലാഹ്, പിന്നീട് നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണേ, ലീ എനിക്ക് വേണ്ടി അൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവോട് വസീലത്ത് എന്ന പദവി ചോദിക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് വസീലത്ത് ചോദിക്കണം. എന്താ ഈ വസീലത്ത്? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു പദവിയാണത്. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരടിമക്കല്ലാതെ അത് അല്ലാഹു കൊടുക്കൂല. ഒരാൾക്കേ അത് കിട്ടൂ അടിമകളുടെ കൂട്ടത്തിൽ. വഅർജൂ അൻ നകൂന അന ഹുവ, ആ അടിമ ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് എനിക്ക് കിട്ടാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് നൽകിയ വസിയത്ത് എന്താ? അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം, ഫമൻ സഅല ലിയൽ വസീല, എനിക്ക് വസീലത്തിന് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ ഹല്ലത് ലഹു ശഫാഅ, എന്റെ ശുപാർശ അവന് കരസ്ഥമാകും. അല്ലാഹു ശുപാർശക്ക് അനുവാദം തരുമ്പോ, ഇന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഇത് ശുപാർശ പറഞ്ഞോ എന്ന് പറയുമ്പോ നിങ്ങളൊക്കെ അതിലുണ്ടാവും. എനിക്ക് വേണ്ടി വസീലത്ത് ചോദിച്ചവർക്ക് അത് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് വിളി കേട്ടാൽ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റുപറഞ്ഞ് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹ. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ആ വസീലത്ത് എന്ന പദവി. ഈ ദുആക്ക് എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷെ പലരും ചിലപ്പോ തെറ്റുകളുണ്ടാകും, അറിഞ്ഞിട്ട് തന്നെ പറയാത്തവരുണ്ടാകും, പറയുന്നവർക്ക് തന്നെയും എന്താണ് ഞാൻ ആ പറയുന്നത് എന്ന് അറിയാത്തവരുണ്ടാകും. സഹോദരങ്ങളെ, നമ്മളൊക്കെ തിരക്കുള്ളവരാണ് എല്ലാവരും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആരും പണിയും ജോലിയൊന്നും ഇല്ലാത്തവരല്ല, എല്ലാവരും ഡ്യൂട്ടിയും പ്രയാസമൊക്കെ ഉള്ളവരാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലും നമ്മളിതൊക്കെ പഠിക്കാൻ സമയം കാണണം. നമ്മൾ അതിന്റെ ഇടയിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ആഖിറം നന്നാകുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ദുആകളൊക്കെ നമ്മൾ പ്രത്യേകമായി പഠിക്കാനും അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊള്ളാനും വേണ്ടി സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ഇനിയും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലിയ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്കത് പറയണം. സർവശക്തനായ നാഥൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യഥാർത്ഥമായ രൂപത്തിൽ അറിയുവാനും അവിടുത്തെ പഠിപ്പിച്ച പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബ്ബത്ത് നിലനിർത്തി അല്ലാഹു മഹബ്ബത്തിന് അർഹരായി തീരുന്ന
നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തൻ നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ മനസ്സമാധാനവും എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവൻ നമ്മിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.